ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. അതായത് എന്താണ് സെൽഫ് കോൺഫിഡൻസ്? സെൽഫ് കോൺഫിഡൻസ് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് ഒരുപാട് യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ആളുകൾ പറയുന്ന കാര്യങ്ങളാണ്, മോട്ടിവേഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. എങ്കിലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ ഒരാളെങ്കിലും അത് കേട്ട് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കെങ്കിലും ഗുണമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സെൽഫായിട്ട് നമ്മൾ ഇരിക്കുന്നത്. അതായത് നമ്മൾ മറ്റുള്ളവരെ, നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ചെയ്യാനുണ്ട് അല്ലേ? നമുക്ക് നമ്മുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക്, നമ്മൾ സന്തോഷത്തോടെ നമ്മൾ മാത്രമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് അത് സെൽഫായി നമ്മൾ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ഒരാൾ കൂടെ ഇല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അയാൾ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇയാൾ തന്നെ കൂടെ വരണം. അല്ലെങ്കിൽ ഈ ഇപ്പുറത്തെ ഒരാൾ സ്നേഹിക്കാനില്ലെങ്കിൽ നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് നമുക്ക് സെൽഫായിട്ട് നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ സ്നേഹിക്കുക, ഉള്ളുകൊണ്ട് നമ്മളെ കാര്യങ്ങൾ നമ്മൾ സെൽഫായിട്ട് ഒറ്റയ്ക്ക് തന്നെ നമ്മൾ ചെയ്ത് പഠിക്കുക. മറ്റൊരാൾ തന്നെ വേണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാതിരിക്കുക. അപ്പോൾ മറ്റൊരാൾ വേണം നമ്മൾ നിർബന്ധം പിടിക്കുമ്പോൾ അവിടെ വേറൊരു വശം വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും. അയാൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അയാൾ എന്താണോ പറയുന്നത് അത് നമ്മൾ അനുസരിക്കേണ്ടി വരും. അപ്പം നമുക്ക് സെൽഫായിട്ടിരിക്കാൻ പറ്റില്ല. ഈ ഒരു കാര്യം വളരെ ഗൗരവമേറിയ കാര്യമാണ്. അത് കാരണം ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ എനിക്കറിയാം. എനിക്ക് വിളിക്കാറുണ്ട്, ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിനൊരു വ്യത്യാസം വരുത്തൂ. മെല്ലെ അതിലേക്ക് നമുക്ക് ചവിട്ടിക്കയറാം. ഓക്കെ, താങ്ക് യു.